നമസ്കാരം. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ആക്രമണം ഇപ്പോഴും അതിശക്തമായ തോതിൽ തന്നെ തുടരുകയാണ്. ഇതിലേറ്റവും ഒടുവിലുണ്ടായ സംഭവവികാസം ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ തന്നെയുള്ള മെഹ്റാബാദ് വിമാനത്താവളത്തിന് നേർക്ക് നടന്ന ആക്രമണമാണ്. അതിശക്തമായ തോതിലുള്ള ആക്രമണമാണ് ഇവിടെ ഇസ്രായേൽ ബോംബറുകൾ നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. F-35 ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളാണ് ഈ വിമാനത്താവളം ആക്രമിക്കുന്നതിനായി അവർ ഉപയോഗിച്ചത്. ഈ വിമാനത്താവളത്തിൽ നിന്ന് യാത്രാ വിമാനങ്ങൾ മാത്രമല്ല യുദ്ധവിമാനങ്ങളും പുറപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ആക്രമണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലം എന്ന് പറയുന്നത് ഇറാനിലെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വിമാനം ബോംബിട്ട് തകർത്തു എന്നുള്ളതാണ്. ബോയിങ് 747 ഇനത്തിൽപ്പെട്ട അതാണ് ഈ വിമാനം. ആയത്തുള്ള അലി ഖമേനി രാജ്യത്തിന് പുറത്തുമൊക്കെ തന്നെ സഞ്ചരിക്കുമ്പോൾ ഉപയോഗിച്ചിരുന്നത് ഈ വിമാനമാണ്. ഒരുപാട് ആധുനിക സംവിധാനങ്ങളുള്ള ഒരു വിമാനം കൂടിയാണ് ഇത്. കൂടാതെ ഈ വിമാനം ആക്രമിക്കുന്നതിലൂടെ വളരെ പ്രതീകാത്മകമായ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്രായേൽ അമേരിക്കയും ചേർന്ന് ഇറാന് നൽകുന്നതെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി ഉപയോഗിച്ചിരുന്ന ഈ വിമാനം ഞങ്ങൾ തകർത്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി അടുത്തതായി ഇറാൻ എന്ന രാജ്യം മൊത്തത്തിൽ ഞങ്ങൾ തകർക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. ആയത്തുള്ള അലി ഖമേനിയെ കൂടാതെ ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളുമൊക്കെ തന്നെ ഈ വിമാനം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ്റെ പ്രതിരോധ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ വിദേശകാര്യ ബന്ധങ്ങളിലൊക്കെ തന്നെ വളരെയേറെ ബന്ധമുള്ള ഒരു വിമാനമായിരുന്നു ഇത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള വിമാനമാണ് എങ്കിൽ പോലും ഖമേനിയും മറ്റ് പ്രധാനപ്പെട്ട ആളുകളുമാണ് ഈ വിമാനം ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഖമേനി പോകുമ്പോൾ അദ്ദേഹം ഈ വിമാനമാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബോയിങ് വിമാനം തകർക്കുക എന്നുള്ളതിലൂടെ ഇറാൻ്റെ ആത്മവിശ്വാസം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ F-35 ഇനത്തിൽപ്പെട്ട വിമാനങ്ങളാണ് ഇപ്പോൾ ഇറാനിലെ ആക്രമണത്തിനായി ഇസ്രായേലും അമേരിക്കയും ഉപയോഗിക്കുന്നത്. ഇവ 200ഓളം കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസവും ആക്രമണം നടത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ തന്നെ ബോംബിട്ട് തകർക്കുക എന്നുള്ളതാണ് ഈ വിമാനങ്ങളുടെ പ്രധാനപ്പെട്ട ദൗത്യവും. അതിനിടെ ഇറാനിലെ പുതിയ പരമോന്നത നേതാവായ മുസ്തഫ ഖമേനിയുടെ പേരിൽ അടുത്ത ഒരു പ്രസ്ഥാനം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് തൻ്റെ പിതാവിൻ്റെ കാലത്ത് നിയമിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഇനി പുനർനിയമനം തേടേണ്ട കാര്യമൊന്നുമില്ല, അവർ ആ പദവിയിൽ തുടരുക, പരമാവധി ശക്തി ആർജിക്കുക, ശത്രുക്കളെ നേരിടുക എന്നുള്ളതാണ് ഈ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം. പക്ഷേ ഇതിലും മുസ്തഫയെ കാണിക്കുന്നില്ല, മുസ്തഫയുടെ ദൃശ്യങ്ങളില്ല. ഔദ്യോഗിക ടെലിവിഷൻ ചാനലിൽ അവിടുത്തെ ഒരു അവതാരകൻ വന്ന് ഈ പ്രസ്താവന വായിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഏതായാലും മുസ്തഫ ഖമേനി അതീവ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ റഷ്യൻ സർക്കാരിൻ്റെ പ്രത്യേക വിമാനം ഇറാനിലെത്തി ഈ മുസ്തഫ ഖമേനിയെ അവിടേക്ക് ചികിത്സിക്കാനായി കൊണ്ടുപോയത് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇറാൻ്റെ വിമാനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റാതിരുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ഇറാൻ്റെ വിമാനങ്ങൾ പുറപ്പെട്ടാൽ അതിനെ ഇസ്രായേലും അമേരിക്കയും നേരിടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പുടിൻ പ്രത്യേകമായി ഈ ഒരു വിമാനം അയച്ച് മുസ്തഫ ഖമേനിയെ മോസ്കോയിലേക്ക് കൊണ്ടുപോയതെന്നാണ് പറയപ്പെടുന്നത്. മുസ്തഫ ഖമേനി മോസ്കോയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നെന്നും അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തിയെന്നും പറയുന്നുണ്ട്. അതല്ല, അദ്ദേഹം പുടിൻ്റെ തന്നെ ഒരു കൊട്ടാരത്തിലാണ് ഇപ്പോൾ കഴിയുന്നത് എന്നും പറയുന്നുണ്ട്. ഏതായാലും കോമ സ്റ്റേജിലാണ് അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണ് ഇപ്പോഴും മുസ്തഫ തുടരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ 2 കാലുകളും മുറിച്ചു മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുപോലെ വയറിനും കരളിനുമൊക്കെ തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. മാത്രമല്ല, ഈ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം മുസ്തഫ ഖമേനി പിതാവ് ആയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് എന്നാണ്. എന്നാൽ യോഗം നടന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായതെന്നുള്ളത് കൊണ്ട് മാത്രമാണ് തലനാരിക്ക് അദ്ദേഹം രക്ഷപ്പെട്ടത്. പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള മുസ്തഫ ഖമേനി തന്നെ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തത് തൻ്റെ പിതാവും കുടുംബാംഗങ്ങളുമൊക്കെ തന്നെ കൊല്ലപ്പെട്ടതൊന്നും തന്നെ ഇനിയും അറിഞ്ഞിട്ടില്ല എന്നുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പുടിനെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും മുസ്തഫയെങ്കിലും രക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രത്യേക വിമാനം അയച്ച് മോസ്കോയിലെത്തിച്ച് അവിടുത്തെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തിയതും മറ്റുമൊക്കെ തന്നെ. ഇനി മുസ്തഫ നാളെ ജീവനോടെ വന്നാൽ പോലും അദ്ദേഹത്തിന് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ കോമ സ്റ്റേജിൽ കഴിയേണ്ടി വരും എന്നാണ് പറയുന്നത്. അതിൻ്റെ ശിഷ്ടജീവിതം, അദ്ദേഹത്തിൻ്റെ തലച്ചോറിനൊക്കെ തന്നെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ യുദ്ധം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ടെഹ്റാനിലെ വിമാനത്താവളങ്ങൾ പോലും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആക്രമിക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുറം രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ പോലും ഇല്ലാതാകുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളാകെ തന്നെ ഇപ്പോൾ ഇറാൻ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനെ സഹായിക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങളോ തീവ്രവാദ സംഘടനകളോ ഒക്കെ തന്നെ
ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്നത്. അതായത് അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം മുഴുവൻ തകരാറിലാക്കുക എന്ന് പറയുമ്പോൾ വിമാനങ്ങൾക്ക് ശരിക്കും അവിടെ നിന്ന് പുറപ്പെടാൻ പോലും അല്ലെങ്കിൽ പറന്നിറങ്ങാനോ യാത്ര ചെയ്യാനോ പോലും കഴിയാത്ത രീതിയിൽ വിമാനത്താവളങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ട്രാഫിക് കൺട്രോൾ ഉൾപ്പെടെയുള്ളവ അവർ തകർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം തന്നെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും യുദ്ധം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും മേൽക്കൈ നേടിയിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയും തന്നെയാണ്. ഇറാൻ നിരന്തരമായി ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങൾക്ക് നേർക്ക് മിസൈൽ ആക്രമണം നടത്തുമ്പോൾ പോലും ഇറാൻ എന്ന അവരുടെ സ്വന്തം രാജ്യത്ത് സംഭവിക്കുന്നത് അതീവ ഗുരുതരമായ ആക്രമണം തന്നെയാണ്. ഇസ്രായേലും അമേരിക്കയും അവരുടെ ഏറ്റവും പുതിയ ആയുധങ്ങൾ തന്നെയാണ്, ഏറ്റവും ആധുനിക സംവിധാനങ്ങളുള്ള യുദ്ധോപകരണങ്ങൾ തന്നെയാണ് ഇറാന് നേർക്ക് പ്രയോഗിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ദിവസങ്ങൾക്കുള്ളിൽ ഇറാന് ഇവർക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരുടെ ആയുധ ശേഖരം തീരുകയാണെന്നാണ് പറയപ്പെടുന്നത്. സ്വന്തമായി മികച്ച യുദ്ധവിമാനങ്ങളൊന്നും ഇല്ലെങ്കിലും മിസൈലുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇറാൻ ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാനും ഗൾഫ് രാജ്യങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്താനും ഒക്കെ കഴിഞ്ഞത്. പക്ഷേ ഇനി അങ്ങോട്ട് അതൊന്നും സാധിക്കുകയില്ല. പൂർണ്ണമായും കീഴടങ്ങൽ തന്നെയായിരിക്കും അവർ ഇനി ലക്ഷ്യമിടാൻ പോകുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ളതും അതുതന്നെയാണ്. പുതിയൊരു സർക്കാരിനെ അവിടെ പ്രതിഷ്ഠിക്കുക, നിലവിലെ മതഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം ഏതാണ്ട് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സാധ്യമാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ വിമാനത്താവളം ആക്രമിച്ച് ഖമേനി ഉപയോഗിച്ചിരുന്ന സ്വകാര്യ വിമാനം ഉൾപ്പെടെയുള്ളവ ആക്രമിച്ചതിൻ്റെ പിന്നിലുള്ള പ്രധാന ലക്ഷ്യം ഇറാൻകാരുടെ അല്ലെങ്കിൽ ഇറാൻ സൈന്യത്തിൻ്റെ മനോവീര്യം കെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ ആക്രമണത്തിലൂടെ അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യമിടുന്നത്.